സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി അവിൽദേവ് എന്തൊക്കെയാണ് അവൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ്, ഒറ്റ തന്തേ ഉള്ളൂ. അവന്റെ അമ്മേനെ ഒറ്റ ഒരുത്തനാണ് ഊക്കിയിട്ടുള്ളെങ്കിൽ പറയാം. പോലീസ് കംപ്ലൈന്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആനയ്ക്ക് മുമ്പിൽ നെറ്റിപ്പട്ടം ഈ ഉത്സവത്തിനൊക്കെ കെട്ടുന്ന കണ്ടിട്ടില്ലേ? ആനയ്ക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കാണുന്നവർക്കൊരു ഗുണമുണ്ട്, അതായത് ആനയെ നല്ല ചേലിയിൽ കാണാം, ഇല്ലേ? പക്ഷെ ആനയ്ക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു പോയിക്കേ. എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് റോബിൻ രാധാകൃഷ്ണന്റെ മുമ്പിലൊരു സാധനം ഉണ്ടല്ലോ, 2 അക്ഷരം, ആ സാധനം. പ്രത്യേകിച്ച് പുള്ളിക്ക് അതുകൊണ്ട് യാതൊരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, പുള്ളിയുടെ ചുറ്റുമുള്ളവർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി തൊട്ട് എനിക്ക് റോബിൻ രാധാകൃഷ്ണൻ അത് മതി. പിന്നെ റോബിൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പ്രൂഫുകൾ കാണിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വേദലക്ഷ്മിയെ വെച്ച് അങ്ങോട്ട് താങ്ങുന്നുണ്ട്. വേദലക്ഷ്മിയെ മാത്രമല്ല, അബിൽദേവ്, എല്ലാത്തിനെയും, ഇൻക്ലൂഡിങ് സീക്രട്ട് ഏജന്റ് ചേട്ടായി, ചേട്ടന് വിട്ടൊരു താങ്ങുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചൂടെ, നിനക്ക് നമ്പർ ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നിർത്തിയതാണോ ഈ വിളിച്ചു ചോദിക്കൽ പരിപാടി? അല്ല, എല്ലാവരെയും അറിയാവുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അഖിലന്നാർഡിയുടെ കേസിൽ വിളിച്ചു ചോദിച്ചില്ലേ, സ്വന്തം കൂട്ടുകാരൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയ റീസൺ ഒക്കെ ചോദിച്ചു വന്നിരുന്ന് വീഡിയോ ചെയ്തില്ലേ? എന്നിട്ട് പിന്നെയും അതിൻ്റെ പേരിലിരുന്ന് മെഴുകുന്നില്ലേ? സുനിത ദേവദാസ് ഉൾപ്പെടെ എല്ലാവരും എടുത്തു വെച്ച് താങ്ങിയിട്ടും വന്നിരുന്ന് മെഴുകുക. എൻ്റെ പൊന്നു ചേട്ടാ, അബദ്ധം നമുക്ക് എല്ലാവർക്കും പറ്റാറുണ്ട്, മനസ്സിലായോ? എല്ലാവർക്കും പറ്റാറുണ്ട്. നമ്മൾ മനുഷ്യന്മാരാ, അബദ്ധം പറ്റും നമുക്ക്. ചില സമയത്ത് കയ്യിൽ നിന്ന് പോകും, എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും. നമ്മളും ഒക്കെ കാണിക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ, നമ്മൾ ചെയ്തല്ലോ. അഖിലന്നാർഡി 2-3 വീഡിയോ കഴിഞ്ഞപ്പോഴാണ് ഒന്നിരുത്തി ആലോചിച്ചത്, അല്ല ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒളിച്ചോടിപ്പോയ മറ്റേ പുള്ളിയുടെ വൈഫോ വന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ കൂടുതലിരുന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവരായിട്ട് എന്തെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് സംസാരിക്കാം. അല്ല, അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട്, അതായത് ആളുകൾ വന്ന് ഇതിനകത്ത് സങ്കടം തോന്നിയ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാരണം ദുഃഖം തോന്നിയ പാർട്ണർ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു, അവരിൽ ആരെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും സംസാരിച്ചായിരുന്നെങ്കിൽ. പക്ഷെ ഇത് അവരാരും ഒന്നും പറയാതെ നമ്മളെല്ലാവരും കൂടെ എടുത്തു വെച്ച് പൊതിഞ്ഞത് ശരിയായില്ല എന്നൊരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആ പരിപാടി നിർത്തി. അതുകൊണ്ട് തന്നെ അതിൽ സങ്കടം തോന്നുന്നുണ്ട്. ക്ഷമയും ചോദിക്കും അവരോട് വേണമെങ്കിൽ. അല്ലാതെ അതിനെ ഇരുന്ന് ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ന്യായീകരിക്കാനൊന്നും ഇല്ലടേ. എന്തിനായിരുന്നു ന്യായീകരിക്കുന്നത്? എപ്പോഴും ഞാൻ മാത്രം ജയിച്ചാൽ മതി, എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ശരി എന്നും പറഞ്ഞ് ഞാൻ ഒച്ച വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല, മനസ്സിലായോ? അല്ലെങ്കിൽ തെറ്റ് എൻ്റെ ഭാഗത്താണെങ്കിൽ അത് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്കും അത് തെറ്റാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞങ്ങ് പോകുന്നതല്ലേ മാന്യത. അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ലാതെ അതിനകത്ത് മറ്റേ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ്, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കൂവുന്നത് വെറുതെ ഒരു കാര്യമില്ല. നാട്ടുകാർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവാറില്ലേ? ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ കാര്യങ്ങളൊക്കെ. അല്ല, അത് പോട്ടെ, ഞാൻ ചേട്ടനെ പറ്റിയൊന്നും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. നമുക്ക് തിരിച്ചു വരാം. റോബിൻ രാധാകൃഷ്ണൻ രാവിലെ ഇട്ടിരിക്കുന്ന വീഡിയോ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, നിയമപരമായിട്ട് പോട്ടെ, കോടതിയുണ്ട്, പോലീസുണ്ട്, അവർ കണ്ടുപിടിക്കട്ടെ റോബിൻ പൈസ കൊടുത്തോ പൈസ കൊടുത്തില്ലയോ എന്ന്. റോബിൻ പൈസ കൊടുത്തിട്ടും അപ്പുറം നിൽക്കുന്ന ആളുകൾ, വേദലക്ഷ്മി ഉൾപ്പെടെ, മറ്റേ അബിൽ പുള്ളി ഉൾപ്പെടെ, ഇതൊരു ചുമ്മാ ഒരു ഷോ ഓഫിന് റോബിനെ തകർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടി അവർ കാണിക്കുന്നതാണെങ്കിൽ അത് തെളിയട്ടെ. കോടതി, പോലീസ് അങ്ങനെ തെളിയട്ടെ. പിടികിട്ടിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വേദലക്ഷ്മി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്ത് റോബിൻ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഓടുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലാതെ അയാൾ എന്തായാലും ഓടത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാണും, അയാൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവർ പറയുന്ന മൊത്തം എമൗണ്ടും, അതായത് വേദലക്ഷ്മിയോ അബിലോ ഇവർ കൊടുത്ത ഫുൾ എമൗണ്ട് റോബിൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. മറ്റേ വോയിസ് റെക്കോർഡുകൾ കുറേ വരുന്നു, സ്ക്രീൻഷോട്ടുകൾ വരുന്നു, കുറേയൊക്കെ AI വഴി ഉണ്ടാക്കിയ സാധനങ്ങൾ, അതൊക്കെ വിശദീകരിച്ച് തരാം. ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വരുന്നു, വേദലക്ഷ്മി ഉൾപ്പെടെ അതെടുത്ത് ഷെയർ ചെയ്യുന്നു. വേദലക്ഷ്മി എന്ത് കണ്ടിട്ടാണ്? അല്ല, നിങ്ങളെ എല്ലാവരും എടുത്ത് തല വെച്ചേക്കുകയാണെന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറുതെയാണ്, മനസ്സിലായോ?
നിങ്ങളുടെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നാര ചേച്ചി തരാൻ ഞാൻ ഇരിക്കേ. അതിനു മുമ്പ് റോബിൻ മോൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കണമല്ലോ. അത് കേൾക്കണം. റോബിൻ പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്, പൈസ കൊടുത്തതിനെ പറ്റിയും ഈ സ്ക്രീൻഷോട്ടുകളിലെ മാനിപ്പുലേഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ റോബിൻ പറയുന്നുണ്ട്. എല്ലാം കേൾക്കാൻ റോബിനെ. പക്ഷെ അപ്പോഴും എനിക്കൊരു സംശയമുണ്ട് റോബിനെ എന്തിനാണോ താനിങ്ങനെ നാട് നീളെ നടന്ന് കടം മേടിച്ച് കൂട്ടുന്നത്? അല്ല, ഒരു സാധാരണക്കാരൻ, ഒരു വ്യൂവർ, നിങ്ങളെ പണ്ട് ബിഗ് ബോസ് സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ചോദിക്കുക, നിങ്ങളുടെ സീസൺ അല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട്. നിങ്ങളുടെ സീസൺ സമയത്ത് നമ്മൾ ഈ ഫീൽഡിലില്ല. അല്ല, എന്താണെങ്കിലും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ കണ്ടപ്പോൾ നല്ലതാണെന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ വിമർശിക്കാൻ തോന്നുന്ന സമയത്ത് വിമർശിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ മറ്റേ സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്തെടുത്ത് താങ്ങുകയാണെന്ന് ചില ആളുകൾ പറഞ്ഞിറങ്ങും. ആ പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. അതുകൊണ്ട് മാറ്റിവെക്ക്. പറ, എന്തിനാ ഈ നാട് നീളം നടന്ന് താൻ കടം മേടിച്ച് കൂട്ടുന്നത്? എനിക്കത് ഇപ്പോഴും മനസ്സിലാവത്തെ. ഫോർ വാട്ട് റീസൺ? നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരുപാട് പരിപാടികൾ, ഒരുപാട് എന്തൊക്കെയോ ബ്രാൻഡ് അംബാസിഡറാണ്, ഡോക്ടറാണ് എന്നൊക്കെയാണല്ലോ. പക്ഷേ അത് പറയരുതെന്ന് വിചാരിച്ചാ പോട്ടെ, ആണെന്നാണല്ലോ പറയപ്പെടുന്നത്. നിങ്ങളെന്തിനാ ഇത്രയും കടം മേടിച്ച് കൂട്ടുന്നത്? 40-45 ലക്ഷം രൂപയൊക്കെ. എന്നിട്ട് അത് തിരിച്ചു കൊടുക്കാൻ ഇത് എങ്ങനെയാ ചേട്ടാ? നിങ്ങൾക്ക് വേണ്ടി വേറെ പ്രവീണോ ഒരാൾ അയച്ചു കൊടുക്കുന്നു, അയാൾ എന്തിനാ നിങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നത്? കൂടാതെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന മറ്റേ ഡയലോഗ് അടിച്ചൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ കൂടുതലിട്ട് നിങ്ങളെ കുത്തി കീറുന്നില്ല. കുത്തി കീറാനാണെങ്കിൽ കുത്തി കീറി നാണം കെട്ടില്ലാതാവാനുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞതെല്ലാം പുറത്ത് വന്നു ചേട്ടാ. പക്ഷെ അതവിടെ നിൽക്കട്ടെ. നമുക്ക് നിങ്ങളുടെ പുതിയ വീഡിയോ അതൊന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി അബിൽദേവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സോ നിങ്ങളെ കള്ളത്തരങ്ങളെ കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പൊളിച്ചടുക്കി തരാം. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ ഞാൻ കാണിച്ച് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കി തരാം. വേദലക്ഷ്മി കഴിഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഒരു ജിപേന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പിൻ ചെയ്ത് ഞാൻ ഒരു ഡ്രൈവിലാക്കി ഞാൻ അത് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത 1-2 സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടാണ് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് അബദ്ധമായിട്ടേ നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ. കാരണം ഇതിൽ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആരാണ് ആ ഫണ്ട് തന്നത്, ആ ഫണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആ കംപ്ലീറ്റ് പ്രവീണുമായിട്ടുള്ള എന്റെ ചാറ്റും അബിൽദേവുമായിട്ട് അത് കഴിഞ്ഞ ട്രാൻസാക്ഷന്റെ ചാറ്റും കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, ഈച്ച് ആൻഡ് എവറി ചാറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇവര് എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വരെയോ, ഞാൻ എന്തുകൊണ്ട് ലീഗലി പോയ ധൈര്യമായിട്ട് ഇവർ എന്റെ അടുത്ത് ഈ പറഞ്ഞിടക്ക് ലീഗലി വരെയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഇതേപോലെ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രസ് മീറ്റിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തങ്ങൾ പൊളിയും. ഒറ്റ കാര്യമുണ്ട്, സീക്രട്ട് ഏജന്റ് വരെ വീഡിയോ ചെയ്യുന്നത് കണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2 സ്ക്രീൻഷോട്ടും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ. അത് അബിലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്, എനിക്ക് HDFC ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, പഞ്ചാബ് നാഷണൽ ബാങ്കേ ഉള്ളൂ. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ബ്രദറാണ് ഈ പറഞ്ഞ അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ജിപേ ചെയ്തു കൊടുത്തതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്തു കൊടുത്തതും. അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാൻ ചേട്ടാ ഞങ്ങള്. പക്ഷെ അതിനു മുമ്പ് ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു സംശയം. ഇപ്പൊ അടുത്ത ആള്, ഹരിപ്പാടുള്ള ആള് അബിലിന് പൈസ കൊടുക്കുന്നു. ഇതെന്തുവാ ഇത്? അല്ല, ഇപ്പൊ ഈ ഹരിപ്പാടുള്ള ആള് കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് ഈ ഹരിപ്പാടുള്ള ആൾക്ക് നിങ്ങളിനിയും തിരിച്ച് റീപേ ചെയ്യണ്ടേ? അത് റോബിനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത്, ആരാധനയുടെ പുറത്ത് അങ്ങ് തള്ളിക്കൊടുക്കുന്നതാണോ പൈസ? അല്ലല്ലോ. അല്ല, ഇതെന്തോ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നു, അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇവിടുന്ന് എടുത്ത് അങ്ങോട്ടേക്ക് വീണ്ടും കൊടുക്കുന്നു. വാട്ട് ഈസ് ദിസ് ബ്രദർ? ഇവിടെ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മളങ്ങ് ജീവിച്ചാൽ പോരെ? അതല്ലേ നല്ലത്. അല്ലാതെ അവിടുന്നും ഇവിടുന്നും മറ്റോടത്തൊന്നും മറിച്ചോടത്തൊന്നും ഇതെല്ലാം കൂടെ ഇതെന്തോ ഇത്? ചേട്ടന് ജോലി അങ്ങനെ എന്തെങ്കിലും എന്തിൻ്റെ ഒരു സിഇഒയോ എന്തോ പരിപാടിയും കണ്ടൊക്കെ അല്ലേ? അല്ല, വലിയ വലിയ ബിസിനസ്സുകാർക്ക് ഇതുപോലുള്ള പൈസ പരിപാടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോളിങ്ങും കാര്യങ്ങളും ഒക്കെ കാണും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അറിയാവുന്നവരൊക്കെ പറയുന്നത് ഒരു തേങ്ങ ഇല്ലാന്നാ, അതുകൊണ്ടാ ചോദിക്കുന്നത്. നിങ്ങളെ അറിയാവുന്നവര് നമുക്ക് നേരിട്ടൊന്ന് ചോദിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ ചോദിച്ചേനെ, ചേട്ടാ എന്താണ് പണി, എവിടുന്നാണ് ഈ പൈസയൊക്കെ?
അല്ലെങ്കിൽ ഈ പൈസയെല്ലാം ഇങ്ങനെ കടം മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ഇതൊക്കെ തിരിച്ചെങ്ങനെ? പോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് പേരുമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ലീവ് ഇറ്റ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നു ചേട്ടാ, അപ്പൊ ചോദ്യങ്ങൾ വരും ചേട്ടാ, മനസ്സിലായോ? ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാൻസിനെയൊക്കെ വീണ്ടും കൂടെ പിടിച്ച് നിർത്തണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതെല്ലാം കാണണം. ഇതിലോടുകൂടി നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ബോധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇത് വേദലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. ഈ ട്രാൻസാക്ഷൻ, ഈ GPay ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, ഇത് AI ക്രിയേറ്റഡ് ആണെന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. ഇത് അനന്തുവിൻ്റെ സ്റ്റോറിയാണ്. അതിനെപ്പറ്റിയുള്ള പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ ഒരു ട്രാൻസാക്ഷനെ പറ്റിയുള്ള സ്റ്റോറി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, താണ്ട അതിൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷനെ പറ്റി അതിൽ പുള്ളിക്കാരി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും വേദലക്ഷ്മിയുടെ ആ GPay ട്രാൻസാക്ഷനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റിനെ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പുറം രാജ്യങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടും ചില്ലറ കോയിനും കൈ കാണുന്നത് ഫുൾ ഗൂഗിൾ പേ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. റോബിനെ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും? 2 എന്ന് മാത്രമായിരിക്കും, മനസ്സിലായോ? 2 ഫ്രം ഒന്നും എവിടെയും വരില്ല. അല്ലെങ്കിൽ ഇത് വരില്ല, 2 ഫ്രം എന്ന് വരില്ല. പിന്നെ മാത്രമല്ല, റോബിൻ രാധാകൃഷ്ണൻ എന്നാണെങ്കിൽ മുകളിൽ F എന്നല്ല 6 എന്നാ വരിക. ഇതുണ്ട്, ഇതിന് മുകളിൽ 6 എന്നാ. ഇത് F എന്നാണ്, മനസ്സിലായില്ലേ? ഇത് വേറൊരു സ്ക്രീൻഷോട്ട്. ഇത് 1 ലക്ഷം രൂപേന്റെ, ഇത് 75,000 രൂപേന്റെ. ഒന്ന് 1 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ ആണ്, ഒന്ന് 75,000ത്തിന്റെ ട്രാൻസാക്ഷൻ ആണ്. ഒന്ന് 15 മാർച്ചിന് നടന്നതാണ്, മറ്റത് 13 മാർച്ചിന് നടന്നതാണ്. ഈ 2 സ്ക്രീൻഷോട്ടിലും 2 ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് F, രണ്ടിലും F അല്ലേ, F എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇന്റെ പേര് സായി കൃഷ്ണൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ S ആണ് അവിടെ കാണിക്കുക. സ്നേഹ എന്നാണെങ്കിൽ S കാണിക്കുക. അശ്വിൻ എന്നാണെങ്കിൽ A എന്നാണ് കാണിക്കുക. 2 ഫ്രം റോബിൻ രാധാകൃഷ്ണന് എങ്ങനെ F കാണിക്കുമ്പോൾ? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി അതും പോട്ടെ, ഇനി അടിയിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ 2 കിടക്കുന്നത് അബിൽദേവ് K. അടിയിൽ അബിൽദേവ് K ആണ് ഇതിൽ 2 കിടക്കുന്നത്. അബിലിനെ വിളിച്ച് ഞാൻ ഈ ഡേറ്റിൽ അബിലിന് പൈസ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബിൽ പറഞ്ഞു ഈ ഡേറ്റിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. മനസ്സിലായോ? ഈ ടൈമിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. പിന്നെ അബിൽദേവിൻ്റെക്ക് പൈസ വരുമ്പോൾ അത് അബിൽദേവിൻ്റെ വൈഫിൻ്റെ പേരാണ് കാണിക്കുക. അബിൽദേവിൻ്റെ ഗൂഗിൾ പേക്ക് പൈസ വരികയാണെങ്കിൽ അതിൽ വൈഫിൻ്റെ പേര് കാണിച്ചിട്ടാണ് ഈ സാധനങ്ങൾ വരിക. അപ്പം അത് പോട്ടെ, ഇനിയിപ്പോൾ 2 അബിലിന് കാണിച്ചു. പക്ഷെ ഇവിടെ 2 ഫ്രം മുകളിൽ റോബിൻ രാധാകൃഷ്ണൻ, അടിയിൽ 2 അബിലും. ഫ്രം പ്രവീൺ P. മനസ്സിലായോ? ഫ്രം വരുന്നത് പ്രവീൺ P. 2 അടിയിൽ ഫ്രമും 2ഉം വേറെ 2 ആൾക്കാർ, മുകളിൽ വേറെ 2 ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് ഏത് ഗൂഗിൾ പേ? എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഇത് ഈ സാധനം തന്നെയാണ് ഇന്നലെ ലക്ഷ്മി എടുത്ത് സ്റ്റോറി ഇട്ടത്. ഓക്കെ, ലക്ഷ്മി ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇന്നലെ രാത്രി കണ്ട പാടെ ഞാൻ ആരെ വിളിച്ച്, അബിൽദേവിനെ വിളിച്ച് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി കൃഷ്ണയുടെ വീഡിയോ കണ്ടല്ലോ. അതിൻ്റെ അകത്ത് സായി പറയുന്നുണ്ട്, ആ 2 GPay ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രവീൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അബിൽദേവിന് ഫണ്ട് പോയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി അബിൽദേവിന്റെ അടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ല എന്ന് വ്യക്തമായിട്ട് സായി ഇതിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതെടുത്ത് ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മി സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടേക്കുന്നതും സായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയാണ് ഞാൻ എവിഡൻസുകൾ ഞാൻ കാണിക്കാൻ പോകണം. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ എൻ്റെ വാട്സാപ്പ് ചാറ്റാണ്. അതിനകത്ത് മാർച്ച് 13 അബിൽദേവിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. GPay നമ്പറും കൂടെ എന്തായാലും ഇട്ടേരാ. ഇത് പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ്, GPay നമ്പറും കൂടെ ആവശ്യപ്പെട്ട്. സോ പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ സ്ലിപ്പാണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ചാറ്റാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. മാർച്ച് 13 പുള്ളിക്കാരൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തു. പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ SBI അക്കൗണ്ടിൽ നിന്നും എനിക്ക് വേണ്ടി അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു.
ഇത് മാർച്ച് 15 അബിൽ എന്നെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് പ്രവീൺ ചേട്ടൻ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. 2 ലക്ഷം അബിൽ ദേവ് എന്ന് എഴുതിയിട്ടുണ്ട്, അർജന്റാണെന്ന് എഴുതിയിട്ടുണ്ട്. 75,000 രൂപ പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന് 75,000 രൂപ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടിരിക്കുന്നത്. അടുത്തത് 25,000 രൂപ പ്രവീൺ ചേട്ടന്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ സ്ലിപ്പാണിത്. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടാ ഞാനിത് അബിലിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബിലിൻ ഞാനുമായിട്ടുള്ള ചാറ്റിൽ 1 lakh ട്രാൻസ്ഫർ ചെയ്തു. 75,000 + 25,000 കാര്യമാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മാർച്ച് 18 ബുധനാഴ്ച പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണുന്നത്. അതിൽ മുകളിൽ എൻ്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചാറ്റ് കണ്ടല്ലോ ഞാനും പ്രവീൺ ചേട്ടനുമായിട്ടുള്ള. അതിൻ്റെ അകത്ത് അബിൽ ദേവിന് അയച്ചു കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അയച്ചിരിക്കുന്നത്. AI ജനറേറ്റഡ് ഒന്നുമല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അതിൻ്റെ അകത്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാനും അബിൽ ദേവും തമ്മിലുള്ള ചാറ്റിന്റെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, താങ്ക് യു. ഇത് ഞാനും അബിൽ ദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ്. ഇതിൽ മാർച്ച് 12 പുള്ളിക്കാൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരുന്നു. ഞാനത് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നു. ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് 13 പുള്ളിക്കാൻ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, പുള്ളിക്കാൻ ICICI ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിപ്റ്റ് 1 lakh ട്രാൻസ്ഫർഡ് എന്ന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് മെസ്സേജ് ചെയ്തു. പുള്ളിക്കാരൻ നോക്കട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1 lakh ട്രാൻസ്ഫർഡ്, ബാലൻസ് 5 lakhs എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ GPay നമ്പർ ഞാൻ ചോദിക്കുന്നു. ഇത് പ്രവീൺ ചേട്ടൻ അബിൽ ദേവന് അയച്ചു കൊടുത്ത നിങ്ങൾ കണ്ട ആ ട്രാൻസാക്ഷൻ റെസിപ്റ്റാണ് ഈ കാണുന്നത്. അബിൽ ദേവന് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നു, SBI ബാങ്കിൽ നിന്ന് അയച്ചു കൊടുത്തിരിക്കുന്നത് 1 lakh ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ടോട്ടൽ 2 lakhs. ഇനി പ്രവീൺ ചേട്ടന്റെ വോയിസ് 14 അബിൽ ദേവിന് അയച്ചു കൊടുത്ത ഫോർവേഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കൂ. അബിൽ ബ്രോ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് തന്നിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളും ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് നമുക്ക് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്നിപ്പം ഇന്നത്തെ നടക്കില്ല. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഇട്ട് തരാൻ പറ്റും. നാളെ ഈവനിങ്ങോടുകൂടി 2 ഇട്ട് തരാം. പിന്നെ തിങ്കളാഴ്ച, കാരണം ഇനിയിപ്പം തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യിക്കാം. ഇനിയിപ്പം നാളത്തെ ഇനി ക്യാഷ് കൊണ്ട് CDM ഇട്ട് അവിടുന്ന് ഫോർവേഡ് ചെയ്യിക്കാം. അത് 2 അക്കൗണ്ടിൽ നിന്നായിട്ട് 1 വീതം ഇട്ട് തന്ന് 1 ലക്ഷം വീതം ഇട്ട് തരാം. പിന്നെ 2 ലക്ഷം രൂപ നാളെ തരാൻ പറ്റും. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ് ഞാൻ അബിൽ ദേവൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. അതിലെല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട 75,000 രൂപ വീണ്ടും പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കേണ്ട ട്രാൻസാക്ഷൻ സ്ലിപ്പ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും 25,000 രൂപ അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കുന്നതിൻ്റെ സ്ലിപ്പ്. ഇപ്പോൾ ഈ 75 കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അബിൽ ദേവിൻ്റെ GPay നമ്പർ ഞാൻ മേടിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ മാർച്ച് 16 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഓരോ റെസിപ്റ്റും ഞാനത് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. വേണ്ട 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു, 25,000 രൂപ. ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അബിൽ ദേവിന് ആ സമയത്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് മാർച്ച് 16 നടക്കുന്നതാണ്. ഓക്കെ, ബാലൻസ് 2,10,000 രൂപ. ഞാൻ വീണ്ടും എമൗണ്ട് 1,10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പുള്ളിക്കാരന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ സ്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അതിൻ്റെ റെസിപ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ബ്രോ 5 lakhs ട്രാൻസ്ഫർഡ്, ബാലൻസ് 1 lakh. ഓക്കെ, 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ബാലൻസ് 1 ലക്ഷം രൂപ എന്നതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് വീണ്ടും കാശിൻ്റെ കാര്യം ചോദിക്കുന്ന അബിൽ ദേവ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാർച്ച് 18 പ്രവീൺ ചേട്ടൻ്റെ
SBI അക്കൗണ്ടിൽ നിന്നും അബിൽദേവിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വീണ്ടും 1 ലക്ഷം രൂപ. ഓക്കെ, 1 ലക്ഷം രൂപയാണ് ഈ കാണുന്നത്. ഓക്കെ, വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത 1 ലക്ഷം രൂപ. നിങ്ങൾക്ക് എവിഡൻസ് കിട്ടിയല്ലോ. അതിൻ്റെ അകത്ത് ഞാനും അബിൽദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ ചേട്ടനും ഞാനും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ലാതെ AI ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തത്? രണ്ടാമത്തെ കാര്യം, എനിക്ക് സായി കൃഷ്ണ സീക്രട്ടൈസിന്റെ അടുത്താണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ബ്രോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിച്ചോ? ഇല്ലല്ലോ. നീ അവിടെ അബിൽദേവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഫണ്ടേ വന്നിട്ടില്ല, ആ ഡേറ്റിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ലാന്ന് എന്ത് ചെയ്തു നീ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് പ്രവീൺ ചേട്ടൻ എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ സ്ലിപ്സ് ആണ് ഇതിൽ നിങ്ങൾ കാണുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് സായിയുടെ അടുത്ത് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തിന്റെ അടിസ്ഥാനത്തിൽ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ് നിനക്ക് എന്നെ വിളിച്ച് ചോദിച്ചൂടെ? നീ ഒരു പ്രാവശ്യം എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ ഈ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് അയച്ചു തരത്തില്ലേ? പിന്നെ എനിക്ക് അബിൽദേവിന്റെ അടുത്തും വേദലക്ഷ്മിയുടെ അടുത്തും ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ തന്നെ ഞാൻ എവിഡൻസ് എന്ത് ചെയ്തു കാണിച്ചില്ലേ? നിങ്ങള് സത്യസന്ധരാണ്, സിൻസിയർ ആണെങ്കിൽ പാലവരട്ടം പോലീസ് സ്റ്റേഷനിൽ വാ. നിങ്ങൾക്ക് കാണിക്കാനുള്ള എവിഡൻസ് നിങ്ങൾ കാണിക്കൂ, എനിക്ക് കാണിക്കാനുള്ള എവിഡൻസ് ഞാൻ കാണിക്കാം. ആരുടെ ഭാഗത്താ ശരി എന്നുള്ളത് സത്യം ചെയ്യിക്കട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? ഞാൻ വരാൻ വില്ലിങ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളെ കള്ളം പൊളിഞ്ഞോ? നിങ്ങൾ സ്റ്റോറി ഇട്ടാൽ നിങ്ങളെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണെന്നുള്ള സ്റ്റോറി നിങ്ങൾ പൊളിഞ്ഞോ? ഇതേപോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പൊളിക്കാൻ എന്നെ കൊണ്ട് പറ്റും, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ നിയമത്തിന്റെ മുന്നിലേ ഞാൻ പോകുന്നുള്ളൂ. ഇതേപോലെ സത്യം പറഞ്ഞ ഈ പറഞ്ഞ എനിക്ക് ചാറ്റ് ഒന്നും എടുത്തിട്ടാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ. പക്ഷെ ഇതേപോലെ മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടാ ഞാൻ പറഞ്ഞത്. ഇത് കാണുന്ന ഓരോ യൂട്യൂബേഴ്സും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ജെന്യുവൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുക. താങ്ക് യു. അപ്പൊ കേട്ടല്ലോ അല്ലേ എല്ലാരും റോബിൻ രാധാകൃഷ്ണൻ ചേട്ടായി പറയുന്നതൊക്കെ? ഞാൻ കൂടുതൽ ഇനി വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 1-2 കാര്യങ്ങൾ മാത്രം. അതായത് ഫേക്ക് ഡോക്യുമെന്റ്സ് എന്തിന്? സായിയുടെ വീഡിയോയിൽ സായി അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ടല്ലോ. സായിയുടെ ഒരു നല്ല കാര്യം റോബിൻ രാധാകൃഷ്ണൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, റോബിൻ ഇച്ചിരി സപ്പോർട്ട് കിട്ടുന്ന കേസായതുകൊണ്ടാണ് റോബിൻ കാണിച്ചത്, അല്ലാതെ സായിയോടുള്ള സ്നേഹം മൂത്തിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ വാട്ട് എവർ, അതവിടെ കാണിക്കുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ സായിയോടുള്ള ചോദ്യം, നിനക്ക് വിളിച്ച് ചോദിക്കാറുണ്ടല്ലോടാ എന്നെ, നമ്പറില്ലേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വാട്ട് എവർ, ലീവ് ഇറ്റ്. വിളിച്ച് ചോദിക്കാറുണ്ടല്ലോ, ഒരു എപ്പിസോഡ് ഇടായിരുന്നു. പോട്ടെ, അതൊക്കെ വിടുക. ഓൾറെഡി ഒരു കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ച് വീഡിയോ ഇട്ടതിന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് നമ്മളും എടുത്തു വെച്ച് താങ്ങിയപ്പോൾ നമുക്കും കിട്ടുന്നുണ്ട്. പോട്ടെ, മാറ്റി നിർത്ത്. പക്ഷെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, തെറ്റ് പറ്റിയടേ എന്ന് പറയാൻ മടിയൊന്നുമില്ല. അത് പറയണമല്ലോ. കാരണം നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഉള്ളത്. നിങ്ങളില്ലെങ്കിൽ നമ്മളാരും ഇല്ല. അത് ഈ വലിയ വീരവാദം മുഴക്കുന്ന എല്ലാവരും മാപ്പ് പറയാനോ അല്ലെങ്കിൽ തെറ്റുപറ്റിയാലോ അത് സമ്മതിക്കാൻ മടിയുള്ളവരോ ഒക്കെ അതൊന്ന് മനസ്സിലാക്കിയാൽ പരിപാടി അവിടെ കഴിഞ്ഞു. പിടികിട്ടിയോ? മനുഷ്യന്മാരാണ്, തെറ്റുകൾ പറ്റും. ആരും മറ്റേ പുണ്യാളന്മാരൊന്നും അല്ല ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് റോബിൻ രാധാകൃഷ്ണൻ. കഴിഞ്ഞ ദിവസം വേദലക്ഷ്മിയുടെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2 ദിവസം മുമ്പ് അവർ ഇട്ടതാണ്. അതിലവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് ഇമോഷണൽ ആണെന്ന് തോന്നുന്നു, കരയാനുള്ള ഒരു ഫോമിലൊക്കെ ഇരിക്കുന്നത്. വാട്ടെവർ, അതിലവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാത്തിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. വേദലക്ഷ്മിയെ നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട് കേട്ടോ, ഇല്ലാതൊന്നും അല്ല. നല്ല രീതിയിൽ ബിഗ് ബോസ് സമയത്ത് നല്ല രീതിയിൽ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടുണ്ട്. അതിന് ശേഷം സപ്പോർട്ട് ചെയ്യാൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടേ. അത് അങ്ങനെ വേണമല്ലോ നമ്മൾ. അല്ലാതെ ഒരാളെ ഒരിക്കൽ നമ്മൾ വിമർശിച്ചു, അയാളുടെ ഭാഗത്ത് തെറ്റ് കണ്ടു എന്ന് വെച്ച് ലൈഫ് ലോങ് അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നത് ശരിയല്ല. അയാളുടെ ഭാഗത്തുനിന്ന് ശരി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ പറയണം. അല്ല, അങ്ങനെ വേണം നമ്മൾ, വേണ്ടേ? സോ അതുകൊണ്ട് മാത്രം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കേസിൽ എന്താണ് വേദലക്ഷ്മിയുടെ ഒരു ബെനഫിറ്റ്? 8 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ പൈസ മാത്രം നോക്കിയുള്ള ഒരു കളിയാണോ ആ പൈസ കിട്ടാത്തതിൻ്റെ? അല്ല, നിങ്ങൾ തമ്മിലുള്ള ഡീലിങ്സ് അതിനെപ്പറ്റിയൊന്നും അധികം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ലല്ലോ. അബിൽദേവിൻ്റെ പൈസ, അതാണ് കൂടുതൽ പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾ. പിന്നെ റോബിനെതിരെ, റോബിൻ അങ്ങനെയാണ്, റോബിൻ ഉഡായിപ്പാണ്, റോബിൻ മഹത് വ്യക്തിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ.
എനിക്കറിയത്തില്ല, ഇപ്പോഴത്തെ പല കാട്ടായങ്ങളും കാണുമ്പോൾ എനിക്കും ഒരു ഡൗട്ട്, എന്താണ് ഇങ്ങനെയൊക്കെ. ഒരു വോയിസ് വേദലക്ഷ്മി കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ട്, വീഡിയോയുടെ അവസാനം ഞെട്ടിപ്പോയി അതൊക്കെ കേട്ടപ്പോൾ. എടാ ഇവൻ എന്താടാ ഇങ്ങനെയൊക്കെ, ഇവന് ഭ്രാന്ത് പിടിച്ചോടാ എന്ന് തന്നെ ലിറ്ററലി എനിക്ക് ചിന്തിച്ചു പോയി. എന്താണെങ്കിലും വേദലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കിനി അത് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഗുഡ് മോർണിംഗ്. യൂഷ്വലി ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ആൾക്കാരുടെ സമയം കളയാനും എന്റെ സമയം കളയാനും ഒക്കെ യൂഷ്വലി ചെയ്യാത്ത ഒരാളാണ്. ഇത് ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നൊരു ആവശ്യകത പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് പോവാതെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഒരാളെ ഇങ്ങനെ അപകീർത്തിപ്പെടുന്ന രീതിയിലൊക്കെ പറയുന്നുള്ളത്. മാർച്ച് 31 ഈ വർഷം മാർച്ച് 31 ഒരു കേസ് ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞത് FIR-ലോട്ട് എത്തുമ്പോഴത്തേക്കും കരഞ്ഞ് കാല് പിടിച്ച് FIR മാറ്റിച്ച് എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചിട്ട് വീണ്ടും പൈസ തരാന്ന് പറഞ്ഞ് പിന്നെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെക്കെതിരെയാണ് പിന്നെ എനിക്കെതിരെ സൈബർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. എത്രയോ ആൾക്കാരെ ഇതേ സെയിം ഫോർമാറ്റിൽ പറ്റിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റോബിൻ ഒരു കാര്യം ഓർത്തു, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഞങ്ങള് പുറത്തോട്ട് വന്ന് ഈ കാര്യം പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ടല്ല, എന്തെങ്കിലും ഭാവി കരിയർ തകർക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതുപോലെ ചതിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്തൊരാളെ നിങ്ങൾ ചതിക്കാതിരിക്കുകയുള്ളൂ. അതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള എയിം. അതുകൊണ്ട് ഞാനിതൊന്ന് പിന്നോട്ട് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അമ്മ മരിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എനിക്ക് സാധിക്കും? എനിക്ക് കണ്ണിച്ചോരയില്ലേ മനസാക്ഷിയില്ലെന്ന്. കണ്ണിച്ചോരയും മനസാക്ഷിയും കുറച്ച് കൂടിപ്പോയതെയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന അബിലിന്റെ ഒക്കെ അമ്മ കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ഒരാള് ഇപ്പൊ ചേച്ചിയുടെ കണ്ണിച്ചോരയും മനസാക്ഷിയെ പറ്റിയൊന്നും വിവരിക്കല്ലേ കേട്ടോ, അത് മാത്രം പറയരുത്, ബാക്കി എന്ത് വേണമെങ്കിലും പറഞ്ഞു. കണ്ടിട്ടുണ്ട് കണ്ണിച്ചോരയും മനസാക്ഷി ചേച്ചിക്കുള്ളത്, ഞാൻ മാത്രമല്ല നാട്ടുകാരല്ല. ബിഗ് ബോസ് ഓർക്കുന്നുണ്ടോ? അതിനകത്ത് വെച്ച് 2 കണ്ടസ്റ്റൻസിനോട് പറഞ്ഞത് അവരെന്തു ആയിക്കോട്ടെ, ഐ വോണ്ട് സപ്പോർട്ട് ദം എന്ന് വെച്ചിട്ട് നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആ ഒരു സാധനം. കണ്ണിച്ചോരയും മനസാക്ഷിയുള്ള ടീം, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫ്രണ്ട് വെച്ചാൽ ഡയലോഗ് അടിച്ച ടീം മനസാക്ഷി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അബിലിന്റെ ആരോ മരിച്ചത് കൊണ്ടാണ് അബില് പൈസ കൊടുക്കാഞ്ഞതെന്നും അതുകൊണ്ട് ആ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കാണിച്ചിരിക്കുന്ന കണ്ടു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അബിലിന്റെ അമ്മയ്ക്കൊരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് വിളിച്ച് ഇത് ചെയ്തോണ്ടേ ഇരുന്നപ്പോ, ശല്യം ചെയ്തോണ്ടേ ഇരുന്നപ്പോഴത്തേക്കും ഞാനായിരുന്നു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, അത്രയും ക്രിട്ടിക്കൽ ആണ് എന്നുള്ള മെസ്സേജ് ഞാനതിപ്പോ ഇവിടെ ഇട്ടേക്കാം. ആ മെസ്സേജസ് ഒക്കെ അപ്രകാരം. അപ്പോ റോബിന് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് വെച്ചാൽ, അയ്യോ അങ്ങോട്ട് വരട്ടെ, ആന്റിയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇതിലല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ പൈസ ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുന്നത്, പൈസ എന്തിനാ കടം ചോദിച്ച് വിളിക്കുന്നത്, ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലുമല്ല, പൈസ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹോസ്പിറ്റലാണെന്നോ അതിന്റെ ഒരു ക്ഷമ കാണിക്കണോ എന്നുള്ളത് പുള്ളിക്കില്ല. ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. ആ മരിച്ച അമ്മയെ കുറിച്ചാണ്, ആന്റിയെ കുറിച്ചാണ് ഈ അടുത്ത് സ്വന്തം മാതാവ് മരണപ്പെട്ട മാതാവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാതാവിന്റെ വിയോഗത്തിൽ ഒത്തിരി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണൻ ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. ആ അബിലിന്റെ അമ്മ മരിച്ചുപോയ അമ്മയെ കുറിച്ച് ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. അപ്പോ ഒന്ന് കേട്ടു നോക്കൂ. അപ്പോ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തിന്റെ ബേസിസിലാണ് ആൾക്ക് അമ്മ മരിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ, പിന്നെ അമ്മ മരിച്ച് 41 തികയുന്ന സമയം വരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ അതിന്റെ ഇടയ്ക്കാണ് മരിച്ചിട്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിന്റെ ഇടയ്ക്കാണ് ആളിറങ്ങി സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഇതിപ്പോ വേറൊരു നറേറ്റീവ് ആക്കണം, പൈസ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം ത്തിലോട്ട് എത്തിക്കാതെ വേറൊരു നറേറ്റീവ് ആക്കണം. ഇന്നലെ കണക്കിന് പേപ്പറുമായിട്ട് വന്നില്ലേ, എടുത്ത് വെക്ക്, എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, അതും കൂടെ എടുത്ത് പബ്ലിഷ് ചെയ്യുക. പൈസ വാങ്ങിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്, അതെല്ലാം അക്കൗണ്ട് ത്രൂ ഉള്ളതും കൂടെ കാണിച്ചു കൊടുക്ക്. എന്താണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് ത്രൂ മാത്രമാണോ? കയ്യിൽ എന്തൊക്കെയോ പരിപാടി നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല ഇപ്പം എന്താ വേദലക്ഷ്മി ഇങ്ങനെ പറയുന്നത്? പിന്നെ റോബിൻ അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. റോബിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് വേദലക്ഷ്മി ഈ ഒരു വീഡിയോയുടെ അവസാനം കേൾപ്പിക്കുന്നുണ്ട്. ലിറ്ററലി ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. റോബിനെ നീയും അത്ര ഡീസൻറ്റ് മോനൊന്നും അല്ല, നാട്ടുകാരെ എല്ലാവരെയും നിനക്ക് ഒരേപോലെ പറ്റിക്കാമെന്നൊന്നും നീ വിചാരിക്കരുത്. ഓക്കെ, പിന്നെ ഇവരെന്തൊക്കെ നിനക്ക് പൈസ തന്നിട്ടുണ്ട്, നീ തിരിച്ചു കൊടുത്തിട്ടില്ല, നീ തിരിച്ചു കൊടുത്തെന്ന് നീ പറയുന്നു, വോട്ടവർ എന്തും ആയിക്കോട്ടെ, വോട്ടവർ. എനിക്ക് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എന്തിന്
എന്തിന് ഇത്രയും പൈസയൊക്കെ കടം മേടിച്ച് റോൾ ചെയ്ത് കളിക്കേണ്ട കാര്യം എന്തിന്? അതുപോലെ തന്നെ നീ മറ്റേ പാർട്ടി വന്നിട്ട് വെറുതെ ഒന്ന് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ. ഞാൻ കൂടുതൽ ഇനി അതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചു. അത്ര മറ്റേ ബിഗ് ബോസ് ഫാൻസ് മറ്റേ തലയിലെടുത്ത് വെച്ച് കിടക്കുന്ന കുറേ ആളുകൾ കാണും. അവർ മാത്രം ഇന്നും പൊക്കിക്കൊണ്ട് കിടക്കും. അത്യാവശ്യം വിവരമുള്ളവർ ഒന്ന് ചിന്തിക്കും ഇരുന്ന്, മനസ്സിലായോ? പ്രത്യേകിച്ച് അവൻ്റെ വായിൽ നിന്ന് വീഴുന്നത് തന്നെ കുറെ ഇങ്ങനെ പുറത്ത് കിടന്ന് കറങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കും. ഈ വീഡിയോ കുറച്ചും കൂടെ നിങ്ങൾ കാണണം. എന്ത് കാര്യത്തിനാണ് ട്രൈങ് ടു പ്രൂവ്? പറ്റിക്കുന്നതിനും മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയുണ്ട്. 1-2 ആൾക്കാരല്ല, കുറച്ച് നാളുകളല്ല, ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. പൈസ തിരിച്ചു തരണം, അത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അല്ലാതെ നാടകം കളിച്ചിട്ടോ, ഇനിയിപ്പോ അടുത്ത നാടകം പോലെ ഇനി കാണാൻ പോകുന്നത്, ഞാൻ ഒരു എന്താ പറയണ്ടേ, എനിക്കൊരു ഇൻക്യൂഷൻ ഉണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാന്ന്. ആളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയേക്കാം, അല്ലെങ്കിൽ ആൾക്ക് നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ ആളുടെ തൊട്ടടുത്തുള്ള പാരന്റ്സോ സിബ്ലിങ്ങോ വൈഫോ അങ്ങനെ ആർക്കെങ്കിലും വയ്യാതായി എന്നുള്ളൊരിത്, ഒരു പൊറോട്ട നാടകം പണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതുപോലെ എന്തോ രക്തം ഛർദ്ദിക്കുന്ന പോലെ ഒരു വീഡിയോ, അത് ഫേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നാണം എന്ന് പറഞ്ഞ സാധനം, നാണക്കേട് എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ലാത്തത് അറിയാം. പക്ഷെ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഞങ്ങൾക്കൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. ഇയാളുടെ പുറകെ നടന്ന് തന്റെ ഇതും വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്ക് പേഴ്സണലി തീരെയില്ല, ഒട്ടുമില്ല. ഇഫ് യു ആർ മേക്കിംഗ് മീ ഡു ദിസ്, ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യു ആർ എ കോൺ മാൻ, ഒരു സ്കാമർ. അത് പറ്റിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ നിർത്തിക്കണം എന്നുള്ളത് എന്റെ കൂടെ ആവശ്യമായി പോയി. കാരണം നിരപരാധികളായിട്ടുള്ള ഒത്തിരി പേര് എന്തുമാത്രം ഇപ്പൊ പറഞ്ഞ ഒരാൾ തന്നെ ആളുടെ സേവിങ്സിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സേവ് ചെയ്ത് വെച്ച പൈസയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്തു തന്നെ. അത് പൊടിയുടെ ഫ്രണ്ടുമാണ്. അങ്ങനെ വന്ന ഒരു ബന്ധം, ദുബായിലുള്ള ഒരു പയ്യൻ. അപ്പോ എന്താണ് ഇതിനൊക്കെ ഒരു മിനിമം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇത് എന്താ, നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നശിപ്പിക്കാനോ, എനിക്കെന്തോ കൊട്ടേഷൻ എടുത്തിട്ട് വല്ലതും ഇതാക്കാനുണ്ടോ? അതിന് തകർക്കാനായിട്ട് നിങ്ങൾ ആരാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഓക്കെ, റീപേയ്മെന്റ് ചെയ്ത് ഇതൊന്ന് ക്ലിയർ ഓഫ് ചെയ്യൂ പ്ലീസ്. അതാണ് അവൻ ഒറ്റ തന്തയ്ക്ക് ഉറന്നാണെങ്കിൽ ഒറ്റ തന്തയുള്ളൂ. അവന്റെ അമ്മേനെ ഒറ്റ ഒരുത്തനാണ് ഊക്കിയിട്ടുള്ളെങ്കിൽ പറയാം പോലീസ് കംപ്ലൈന്റ് ഡോക്ടർ റോബിന്റെ ആദർശന്റെ പേരിൽ 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന് വിത്ത് പ്രൂഫ് കൊടുക്കാൻ പറയാം. ഇല്ലെങ്കിൽ അവൻ തന്തയില്ലാത്തവനാ. മനസ്സിലായില്ലേ? ഞാനത് പറയുന്നു ബ്രോ. കേട്ടല്ലോ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരൊറ്റ കാര്യം വേദലക്ഷ്മിയോട്, ചേച്ചി പൊറോട്ട നാടകമല്ല, പൊറോട്ട് നാടകം. ഓക്കെ, മലയാളം വാക്കുകളൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ അബദ്ധങ്ങൾ പറ്റും. അബദ്ധം പറ്റിയായിരിക്കും അല്ലേ? അതങ്ങനെയാണെങ്കിൽ പോട്ടെ. പക്ഷേ റോബിൻ രാധാകൃഷ്ണ, നിനക്കിത് അബദ്ധം പറ്റുന്നതല്ല. നീ എന്ത് വർത്താനമാണ് പറഞ്ഞിരിക്കുന്നത്? ഇതും ഇനി AI ക്രിയേറ്റഡ് ആണ് എന്ന് പറയുമോ? ചിലതൊക്കെ AI ക്രിയേറ്റഡ് ആണല്ലോ അല്ലേ? വേദലക്ഷ്മി ചേച്ചി, നിങ്ങൾ തന്നെ എടുത്ത് ഷെയർ ചെയ്ത AI ക്രിയേറ്റഡ്. അതുകൊണ്ട് മൊത്തത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനതാണ് ഇന്നലത്തെ വീഡിയോയിലും ഈ വീഡിയോയിലും ഒക്കെ പറയുന്നത്. റോബിൻ ഓടിക്കേറി മറ്റേ പലരുവട്ടം പോലീസ് സ്റ്റേഷനിലോട് ചെന്നിട്ടില്ലേ? ഈ അബിലും വേദലക്ഷ്മിയും ഒക്കെ വേദലക്ഷ്മി 31 കേസ് കൊടുത്തു. ഇവൻ പറഞ്ഞപ്പോൾ പിന്നെന്തോ കയ്യും കാലും പിടിച്ചപ്പോഴത്തേക്ക് ഊരി വേണ്ട വിട്ടു. എന്തിനാ വിടുന്നത്? അവനെന്തോ പരാതിയും കൊണ്ട് ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഈ പ്രൂഫൊക്കെ കാണിക്കുക, ഇവൻ തരാനുള്ള പൈസയുടെ കണക്കും ഒക്കെ കാണിക്കുക. എന്നിട്ട് നിയമപരമായിട്ട് കാശ് മേടിച്ചിടക്ക്. ഈ ചുമ്മാ സോഷ്യൽ മീഡിയ കിടന്നുകൊണ്ട് കടിപിടി കൂട്ടാതെ ഈ കിടന്ന് കടിമുട്ട് കൂട്ടുന്നതുകൊണ്ടാണ് നമ്മളും ഒക്കെ എടുത്തു വെച്ച് താങ്ങിത്തരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ എല്ലാം കണ്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.